നമസ്കാരം. നമ്മുടെ ഈ ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ലീലകൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ അതിന്റെ സുഖം മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനത് അനുഭവിച്ചു. എങ്ങനെയാന്നല്ലേ, ഈ നമ്മൾ കുറേ കാലം കുറെ ദുഃഖങ്ങളും സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ അടക്കി പിടിച്ച് മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ? എന്റെ അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ജാനുവരി മാസം 3-ാമത്തെ ആഴ്ചയുണ്ടല്ലോ, ഒരു ദിവസം ഞാൻ പെരുമഴ പോലെ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഒരു 2-2.5 മണിക്കൂറോളം കരഞ്ഞു. ആ കരയുമ്പോ ഒരേ വാക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്: കണ്ണാ എന്നെ വിളിക്കണേ, എന്റെ കണ്ണാ എന്നെ വിളിക്കണേന്ന്. ഞാൻ വിളിക്കണേന്ന് ഉദ്ദേശിച്ചത് വേറെ തരത്തിലായിരുന്നു. പക്ഷെ എന്റെ കണ്ണൻ അത് കേട്ടു, വിളിച്ചു, ദർശനം നൽകി, സോപാന ദർശനം നൽകി. സോപാന ദർശനം എന്താണെന്ന് പോലും ഞാൻ ഈ പ്രാവശ്യമാണ് അറിയണത്. ഞാൻ 8 വർഷമായി നാട്ടിൽ പോയിട്ട്. കണ്ണൻ എനിക്ക് വഴിയൊരുക്കി എന്നെ വിളിച്ചു, എനിക്ക് ദർശനം നൽകി. എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും കണ്ണന് ഒരു ചീർപ്പ് കദളിപ്പഴം നൽകണം എന്ന്. തിരക്കൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പുറത്ത് കൊണ്ട് വെക്കാൻ പറ്റുന്നതേ ഭാഗ്യം എന്ന്. പക്ഷേ ഞാൻ കണ്ണനെ കണ്ടത് എന്നാണെന്നോ? ജാനുവരി 29-ന്. അന്ന് എന്റെ മോളുടെ പിറന്നാളായിരുന്നു. കണ്ണന്റെ നക്ഷത്രവും വ്യാഴാഴ്ചയും. എന്റെ ജനന ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പൊ കണ്ണൻ ഞങ്ങള് 1000 രൂപയുടെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായി കണ്ടു. 2 പ്രാവശ്യം പോയി ഞാൻ. 2 പ്രാവശ്യം എനിക്ക് നന്നായി കാണാൻ കഴിഞ്ഞു. സോപാന ദർശനം എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീകോവിലിന്റെ അടുത്ത് നിന്നിട്ട് കണ്ണനെ കാണാൻ കഴിയുമല്ലോ. അത് എന്നൊന്നും പറ്റില്ല. തിരക്കുള്ളപ്പോഴൊന്നും അവർ അങ്ങോട്ട് വയ്ക്കില്ല. എനിക്ക് കണ്ണൻ സോപാന ദർശനം നൽകി. ചതുർബാഹു രൂപത്തിലായിരുന്നു അന്ന് അലങ്കാരം. 2 പ്രാവശ്യം കണ്ടു, മനസ്സ് നിറഞ്ഞു. കദളിപ്പഴം വെച്ചപ്പോ കണ്ണുനീര് നിർത്താൻ പറ്റാതെയായി. പക്ഷെ സന്തോഷം അറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര സന്തോഷായി. 8 വർഷം കഴിഞ്ഞ് എനിക്ക് കണ്ണനെ കാണാൻ വഴിയൊഴുക്കി തന്നതില്. അപ്പൊ കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. കണ്ണനോട് ദിവസവും സംസാരിക്കൂ. ഞാൻ ദിവസവും സംസാരിക്കാറുണ്ട് കേട്ടോ. എന്റെ കണ്ണൻ ഞാൻ പറയണത് മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേ മനസ്സിന് വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.